ഹലോ ആൾ വെൽക്കം ബാക്ക്. ഇപ്പോൾ നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് ഇരിക്കുമായിരിക്കും നിങ്ങൾ. അപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾ കരുതിയ സ്കോറൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഡോക്ടർ എന്നുള്ള സ്വപ്നത്തിലായിരിക്കും മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് നീറ്റിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഡോക്ടർ ആവാനുള്ള വലിയൊരു ചാൻസുമായിട്ടാണ് ഞാനും അഞ്ചും വന്നിട്ടുള്ളത്. ഒരുപാട് വർഷം ഇപ്പോൾ എബ്രോഡ് MBBS അതുപോലെ തന്നെ പ്രൈവറ്റ് MBBSലൊക്കെ ഒരുപാട് സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അഞ്ചും. അതുപോലെ തന്നെ നമ്മൾ കൊളാബ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ്. അപ്പോൾ ഈ അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് അഞ്ചും എന്തൊക്കെയാണ് പറയാനുള്ളത്? ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഒരു മാസ് ഫ്ലോ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FMG ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാം അതിന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇൻ ദ സെൻസ് ഒരു 2 years കൂടി ഉണ്ടാവുള്ളൂ. കാരണം അത് നെക്സ്റ്റിലോട്ട് വരും. നെക്സ്റ്റിലോട്ട് വന്നാൽ നമ്മൾ എഴുതേണ്ടി വരും. ഇന്ത്യൻ MBBS സ്റ്റുഡൻസും അവിടെ ഉള്ളവരും എഴുതേണ്ടി വരും. അപ്പോൾ അതിലൊരു ഡിഫറൻസ് വരുന്നില്ല. പണ്ട് അപ്പോൾ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് പറഞ്ഞതും ആളുകൾ പോകാൻ മടിക്കാനും കാരണം ഇതായിരുന്നു. ഇതിന് 2 year ഉണ്ടാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരും അതിൻ്റെ മുമ്പത്തെ ഇയറും പഠിക്കുന്നവരും മാത്രമേ എഴുതേണ്ട ആവശ്യം വരുള്ളൂ. ഈ ഒരു സംഭവം പോയപ്പോൾ തന്നെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത് വളരെ ആയിട്ട് കൂടി. സീറ്റുകൾ അവിടെ ഇൻക്രിമെന്റ് വന്നു. അവിടെ ഇപ്പോൾ ഇന്റർവ്യൂക്ക് ശേഷമാണ് അവിടെ അഡ്മിഷൻസ് എടുക്കാറുള്ളൂ. അത്ര ഒരു മാസ് ഫ്ലോ വന്നു. പിന്നെ എന്താ പറയുക, ഫീസിന് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അത്രയും വലിയൊരു റിഡക്ഷൻ അവിടെ വരികയല്ലേ. പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ വഴി സ്റ്റുഡൻസ് അബ്രോഡിലോ അല്ലെങ്കിൽ നാട്ടിലേക്ക് MBBSന് കയറി കഴിഞ്ഞാൽ നമുക്ക് അവർക്കൊരു മെന്റർഷിപ്പ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മെഡിക്കൽ റിസോഴ്സ് ഒക്കെ വെറുതെ ഒരു അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് നമുക്ക് കൊടുക്കാം. കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വഴി കയറുന്നവർക്ക് വേറെ എന്തൊക്കെ നമുക്ക് ജെന്യൂൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്റർവ്യൂസ് ഉണ്ട്. അധികം ഇപ്പോൾ ആളുകൾ പോകുന്നത് തഷ്കൻ മെഡിക്കൽ അക്കാഡമിയാണ്, ഉസ്ബെക്കിസ്ഥാൻ. അവിടെയൊക്കെ എന്താ പറയുക, ഇപ്പോൾ 3 ഇന്റർവ്യൂ ആയിട്ടാണ് നടക്കുന്നത്. ലൈക്ക് ഇത്രയും മാസ് ഫ്ലോ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ ഇന്റർവ്യൂക്ക് മുമ്പ് നമ്മൾ മോക്കായിട്ട് ഇന്റർവ്യൂസ് വെക്കും. ഈ ഇന്റർവ്യൂ നടത്തുന്നവർ അവിടെ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് തന്നെയാണ്. വിച്ച് മീൻസ് അവർ ഇതിൽ കൂടെ ഒരു പ്രാവശ്യം കടന്നു പോയവരാണ്. അവർക്ക് അറിയാം എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാമെന്നും എങ്ങനെ ഇത് ടാക്കിൾ ചെയ്തെടുക്കാമെന്നും എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്നും അവരത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പക്ക അതൊരു മോക്ക് ചെയ്തിട്ടുള്ള എന്താ പറയുക ഒരു ഇന്റർവ്യൂ ആയിരിക്കും നമ്മൾ നടത്തുന്നത്. ഇത് കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന ഇന്റർവ്യൂ. കാരണം ഇത് പാസ് ചെയ്തവരാണ് നമുക്ക് ഇന്റർവ്യൂ നടത്തുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് അവിടെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ? യെസ്, അവർ പറയുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരങ്ങോട്ട് കൊണ്ടുപോകാം. അവിടുത്തെ എന്താ പറയുക, ഉസ്ബെക്കിസ്ഥാനിൽ ഇപ്പോൾ എക്സാമ്പിൾ ഉസ്ബെക്കിസ്ഥാൻ എടുക്കുകയാണ്. എല്ലാ കൺട്രീസും നമ്മൾ ചെയ്യുന്നുണ്ട്, റഷ്യൻ ജോർജിയ ഒക്കെ ചെയ്യുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനത്തെ അവിടെ പോവുകയാണെങ്കിൽ അവിടെ മെയിനായിട്ട് വരുന്ന തഷ്കൻ മെഡിക്കൽ അക്കാഡമി TMA ക്യാപിറ്റൽ സിറ്റിയിലാണ്. പിന്നെ ആൻഡിജൻ, BSMI അങ്ങനെ പറയുന്ന അവിടുത്തെ കോളേജസ് ഒക്കെ നമുക്ക് തന്നെ കാണിച്ചു തരാൻ പറ്റും. നമുക്ക് അവിടെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഫുൾ എന്താ പറയുക ഗൈഡായിട്ട് അവിടെ കാണിച്ചു തരാൻ പറ്റും. അവിടുത്തെ ഹോസ്റ്റലും ഫുഡും മലയാളി ഹോസ്റ്റൽ, കേരള ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ. അപ്പോൾ താഷ്കൻ മെഡിക്കൽ അക്കാദമി ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം? TMA അങ്ങനെ എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക ക്യാപിറ്റൽ സിറ്റിയിലാണ്. ക്യാപിറ്റൽ സിറ്റിയിലാകുമ്പോൾ തന്നെ അത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ എന്താ പറയുക ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അത്രയും പേഷ്യൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് അത്രയും വലിയൊരു എക്സ്പോഷർ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഫസ്റ്റ് ഇയർ ക്ലിനിക്കൽ എക്സ്പോഷർ ഉള്ളത്. നമുക്കില്ലല്ലോ, നമുക്കൊക്കെ സെക്കൻഡ് ഇയറിലല്ലേ തുടങ്ങി. അപ്പോൾ സ്റ്റുഡൻസിന് 1 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുകയാണ്. അത് തഷ്കണ്ടിലുണ്ട്. TMAയിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ സ്റ്റുഡൻസിന് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുക. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇനീഷ്യൽ അവർ ചെയ്യാനുള്ള നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ കയറട്ടെ. അതിനുശേഷം നമുക്ക് ഓരോ ബ്രോഷറായിട്ട് നമുക്ക് അതിൽ കൊടുക്കാം. അപ്പോൾ ഓരോ കോളേജിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള ഫീസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് MBBS ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസുമായിട്ട് നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? നാട്ടിൽ MBBS എടുക്കുകയാണെങ്കിൽ അവരുടെ മാർക്കിനനുസരിച്ചുള്ള ബെസ്റ്റ് കോളേജസ് അവർക്ക് കിട്ടും. അവർക്ക് അർഹതപ്പെട്ട ഇപ്പോൾ ഏതെങ്കിലും അലോട്ട്മെന്റ് പോയിക്കാണ്ട് സാധാ ഒരു കോളേജല്ല, അവരെ മാർക്കിന് കിട്ടാവുന്നതിൽ ബെസ്റ്റ് കോളേജ് നമ്മൾ എടുത്തു കൊടുക്കും. ഒരുപാട് അലോട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. നമുക്ക് ആകെ അറിയുന്നത് സ്റ്റേറ്റ് അലോട്ട്മെന്റും ഓരോ സ്റ്റേറ്റിനുള്ള അലോട്ട്മെന്റ്സും പിന്നെ എന്താ പറയുക ഓൾ ഇന്ത്യ അലോട്ട്മെന്റും. ഇതിന് പുറമെ ഒരുപാട് അലോട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സെൻടാക് അലോട്ട്മെന്റ്. അത് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എന്താ പറയുക പുതുച്ചേരിയിലൊക്കെ അത് ബേസ് ചെയ്തിട്ടുള്ള അലോട്ട്മെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ത്രൂ പ്രൊവൈഡ് ചെയ്യാം. ഇനിഷ്യലി നിങ്ങൾ എല്ലാവരും തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡോക്ടർ മെഡിസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതുപോലെ തന്നെ കമന്റ് ബോക്സിലുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിഷ്യലി നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അഡ്മിൻസ് തന്നെ അതിൽ ഓരോ കാര്യങ്ങളായിട്ട് പോസ്റ്റ് ചെയ്യും. സോ പിന്നെ അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ പ്രൈവറ്റ് MBBS ചൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റ് പല മെഡിക്കൽ അലൈഡ് കോഴ്സ്. അബ്രോഡ് MBBS മാത്രമല്ല നഴ്സിംഗ്, BDS എല്ലാം ഇവിടെ അങ്ങനെ തന്നെ MBBS-ഉം നഴ്സിംഗും
BDS, BPT, BOT, BSc റേഡിയോളജി എല്ലാം മെഡിക്കൽ അലൈഡ് എല്ലാ കോഴ്സും അബ്രോഡും നാട്ടിലും നമ്മൾ അപ്രോച്ച് ചെയ്യാം. സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. ഉഷാറായിട്ട് ഇരിക്കുക. ഓൾ ദി ബെസ്റ്റ്.